മനുഷ്യൻ്റെ ക്രൂരതയുടെ മുഖം വരച്ചുകാട്ടിയ ഒരു ചിത്രമാണ് ഇന്ന് ഏറെ വേദനിപ്പിച്ചത്. വാലിന് തീപിടിച്ച അമ്മയാനയുടെ പിന്നാലെ ശരീരം മുഴുവൻ തീപിടിച്ച് വേദനയോടെ കരഞ്ഞുകൊണ്ട് ആ കുട്ടിയാന ഓടുകയാണ്. ലോകം മുഴുവൻ വേദനയോടെ ഏറ്റുവാങ്ങിയ ഈ ചിത്രത്തിന് പറയാനുള്ളത് കൊടും ക്രൂരതയുടെ കഥയാണ്. സാങ്ച്വറി വന്യജീവി ഫൗണ്ടേഷൻ്റെ ഈ വർഷത്തെ 2017 BBC റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും മികച്ച പുരസ്കാരം നേടിയ ചിത്രമാണ്. മരണവെപ്രാളത്തിൽ ഓടുന്ന ആനകളുടെ പുറകിൽ തീ കൊളുത്തിയ ശേഷം ഓടി രക്ഷപ്പെടുന്ന യുവാക്കളെയും കാണാം. അമച്വർ ഫോട്ടോഗ്രാഫറായ ബെഹ്ലബ് ഹസ്രയാണ് നരകം ഇവിടെയാണ് എന്ന അടിക്കുറിപ്പോടുകൂടി ചിത്രം പങ്കുവച്ചത്. പശ്ചിമ ബംഗാളിൽ നിന്നുള്ളതാണ് ചിത്രം. കാടിറങ്ങി ആനകൾ നാട്ടിൽ വരുന്നത് തടയാൻ പ്ലാസ്റ്റിക് കൂടുകളിൽ പെട്രോൾ നിറച്ച ശേഷം തീ കൊളുത്തി എറിയുകയാണ് ചെയ്യുന്നത്. വന്യജീവി വകുപ്പും ഈ പ്രവൃത്തികളിൽ കാര്യമായ നടപടി സ്വീകരിച്ചിട്ടുമില്ല. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകർ ഉൾപ്പെടെ ഞെട്ടലോടെയാണ് ഈ ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. പശ്ചിമ ബംഗാൾ, അസം, ബീഹാർ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ വന്യജീവികൾക്ക് നേരെയുള്ള കൊടും ക്രൂരതകളാണ് അരങ്ങേറുന്നത് എന്ന് ഫോട്ടോഗ്രാഫർ ഹസ്ര അറിയിച്ചു. സാമാന്യ ബോധമില്ലാത്ത മനുഷ്യ, നീയാണ് ലോകത്തിലെ ജീവിച്ചിരിക്കുന്ന ജീവജാലങ്ങളിൽ ഏറ്റവും നികൃഷ്ടനായ ജീവി. മിണ്ടാപ്രാണികളോട് കാണിക്കുന്ന ഇത്തരം ക്രൂരതകൾ അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അവിടെ നടപടിയെടുക്കേണ്ടത് വനം വകുപ്പും അധികാരികളുമാണ്. ആനകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രദേശവാസികൾ കാണിക്കുന്ന ഇത്തരം ക്രൂരതകൾ അത് എത്രത്തോളമാണ് ജീവികളെ, മിണ്ടാപ്രാണികളെയൊക്കെ വേദനിപ്പിക്കുന്നതെന്ന് ഈ ഒരൊറ്റ ചിത്രങ്ങളിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഫോട്ടോ ലോക മനസാക്ഷിയെ അറിയിച്ച ആ ഫോട്ടോഗ്രാഫർക്കാണ് ഒരു ബിഗ് സല്യൂട്ട്. ഇത്തരം ക്രൂരതകളാണ് നമ്മുടെ നാട്ടിലെ ഓരോ മിണ്ടാപ്രാണികളും അനുഭവിക്കുന്നതെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഈ ചിത്രം ഒരുപാട് ഓർമ്മപ്പെടുത്തലുകളും സന്ദേശവും നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇനിയെങ്കിലും ഇത്തരം കൊടും ക്രൂരതകൾ മിണ്ടാപ്രാണികളോടും ജന്തുക്കളോടും ജീവജാലങ്ങളോടും നമുക്ക് ആവർത്തിക്കാതിരിക്കാം. അതിന് മുൻകൈ എടുക്കേണ്ടത് ഭരണകൂടമാണ്, ഭരണ അധികാരികളാണ്. മനുഷ്യൻ ഇത്രയും നികൃഷ്ട ജീവി ആകാൻ പാടില്ല. മനുഷ്യൻ മനുഷ്യനോട് തന്നെ ക്രൂരത കാണിക്കുന്നു. അത് പോരാഞ്ഞിട്ടാണ് ഇപ്പോൾ അവൻ്റെ ക്രൂരത മൃഗങ്ങളിലേക്കും തിരിഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.